ആ ഷോ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്നെ സംഗീതം പഠിപ്പിച്ചിരുന്ന ഒരു ഗുരുനാഥനുണ്ട്, ദിവാകരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ പുള്ളിനെ വിളിച്ച് ഞങ്ങളുടെ ഒരു പരിപാടിയും ചേട്ടൻ വന്നൊന്ന് പാടുമെന്ന് വെച്ചിട്ട് അങ്ങനെ പുള്ളി വന്ന് പാടുന്നു. അപ്പോൾ പുള്ളി ലീഡിങ് സിംഗറുമായി. അപ്പം ഒരു സ്റ്റാൻഡേർഡ് വന്നല്ലോ അങ്ങനത്തെ. അങ്ങനെ പുള്ളി പാടി ഇതെല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് രമേഷ് ബാബു ഒരു കാര്യമുണ്ട് ഒന്നെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒഫീഷ്യൽ വിളിക്കുള്ളൂ, രമേഷ് ബാബു എന്നുള്ള ഒഫീഷ്യൽ വിളിയൊക്കെ വിളിക്കുള്ളൂ. എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് നാളെ, ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അന്നത്തെ ദിവസം തന്നെ ചോദിക്കാം. അപ്പം ഫസ്റ്റ് നമ്മളൊരു പ്രൊഫഷണൽ ഷോ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു എന്ത് ചേട്ടാ അങ്ങനെ പറയണ, ചോദിക്കേണ്ട കാര്യമുണ്ടോ, വരാൻ പറഞ്ഞാൽ പോലെ നമ്മളൊരു അവസരത്തിൽ കാത്തിരിക്കല്ലേ. അപ്പോൾ അവിടെ പ്രൊഫഷണൽ സിംഗർ ഉണ്ടായിരുന്നു ശ്രീജ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇവരൊക്കെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്, ഇവരെ കൂടെ നമുക്ക് എന്തെങ്കിലും പാടാൻ ഭാഗ്യം കിട്ടുമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഈ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അവരായിട്ട് ആ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി, എല്ലാം നമ്മൾ അടിച്ചു പൊളിച്ചു. വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ എന്നെ അന്വേഷിച്ച് ഓട്ടോറിക്ഷയ്ക്ക് വന്നിരിക്കുകയാണ്, ഈ ഗിറ്റാറിസ്റ്റും ഡ്രമ്മറും കൂടി. എടാ നീ എന്താ പരിപാടി വേറെ, നമുക്ക് ഇന്ന് വൈകിട്ട് പെരുമ്പാവൂർ പ്രോഗ്രാം ഉണ്ട് ജയറാമിൻ്റെ വീടിൻ്റെ അമ്പലത്തിൽ, അവിടെ വിളിക്കുന്നു. ആ ഒരു കോളാണ് എൻ്റെ ലൈഫിലേക്കുള്ള ടേണിംഗ് പോയിന്റ്, എൻ്റെ ഗുരുനാഥൻ്റെ കോൾ. ആ കോളിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് ഒരു ഔട്ട്സൈഡ് ഒരു പ്രോഗ്രാമിന് ഞാൻ പോകുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിറ്റേ ദിവസം അവർ വന്ന് വിളിക്കുന്നു. അവിടെ നിന്ന് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു യാത്ര തന്നെ അവിടെ സ്റ്റാർട്ടാണ് ശരിക്കും. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം.